കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, എന്നാലും ഷിപ്പിനെ കാണാൻ പറ്റി. ലാൻഡ് ചെയ്യുന്ന ഒരു സമയത്തെടുത്ത വീഡിയോ ആണ്. വിൻഡോ അത്ര ക്ലാരിറ്റി ഉള്ളൊരു വിൻഡോ അല്ലായിരുന്നു, അതുകൊണ്ട് ഫോക്കസിൽ ചെറിയൊരു ഇഷ്യൂ വന്നു. എന്നാലും ഷിപ്പ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ പോർട്ടിലെ കൺസ്ട്രക്ഷൻസ് നോക്കുകയാണെങ്കിൽ യാർഡാണ് ഇപ്പോഴും നമ്മൾ ലാഗ് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് തോന്നി മഴയുടെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ യാർഡിൻ്റെ ആ ഒരു പോർഷൻ ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അത് ഇവർ എക്സ്പ്ലൈറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ ഇവർ പറയുന്ന പോലെ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ആ ഒരു ടൈമിൽ ഫുൾ കമ്മീഷനിങ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ വിഴിഞ്ഞത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഷിപ്പ് അകത്ത് വന്ന് നമ്മുടെ ടേണിങ് സർക്കിളിൽ ഷിപ്പ് ടേൺ ചെയ്യുന്ന ഒരു വിഷ്വൽസാണ് ആദ്യം തന്നെ കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ ബർത്തിൽ ഓൾറെഡി ഓഫീസേഴ്സ് എല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മൂറിങ്ങിൻ്റെ പ്രോസസ്സിനൊക്കെ വേണ്ടിയുള്ള ആൾക്കാർ ഓൾറെഡി റെഡിയായിരുന്നു. അതുപോലെ നമ്മുടെ STS ക്രെയിൻസും യാർഡ് ക്രെയിൻസും എല്ലാം ലൈറ്റ്സൊക്കെ ഓൺ ചെയ്ത് എല്ലാം ഒരു റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സീൻസായിരുന്നു നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ വെസൽ MSC ഡൈല എന്ന് പറയുന്ന വെസൽ ഒരു മദർഷിപ്പ് കാറ്റഗറിയിൽ വരുന്ന വെസലാണ്. ഓൾമോസ്റ്റ് ഒരു 14,000 കണ്ടെയ്നേഴ്സ് നമുക്ക് ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെസലാണ് MSC ഡൈല. അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് മുംബൈ വഴിയാണ് ഡെയ്ല നമുക്ക് വിഴിഞ്ഞത്തേക്ക് എത്തിയത്. ഇനി ഇവിടുന്ന് കൊളംബോയിലേക്കാണ് വെസൽ പോകുന്നതെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. അപ്പോൾ ഒരു 366 മീറ്റേഴ്സും അതുപോലെ 51 മീറ്റേഴ്സ് വൈഡും ആണ് നമ്മുടെ MSC ഡെയ്ല എന്ന് പറയുന്ന ഒരു ഷിപ്പ്. സാമാന്യം വളരെ വലിയൊരു ഷിപ്പ് തന്നെയാണ്. നമ്മുടെ ഇവിടെ ആദ്യം വന്ന സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പ് 300 മീറ്റേഴ്സ് ആയിരുന്നു ലെങ്ത് വരുന്നത്. അതുപോലെ തന്നെ ഇതിലെ കണ്ടെയ്നേഴ്സ് നമുക്ക് അടുക്കിയിരിക്കുന്ന കാണാം. ഓൾമോസ്റ്റ് ഒരു 8 ഡെക്കായിട്ടാണ് കണ്ടെയ്നേഴ്സ് അടുക്കിയിരിക്കുന്നത്. സാൻ ഫെർണാണ്ടോയിൽ ഒരു 4 to 5 ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ കപ്പലിൽ നമ്മൾ കാണുന്ന ഈ ഇരിക്കുന്ന കണ്ടെയ്നേഴ്സ് അല്ലാതെ താഴോട്ടുള്ള പോർഷനിലും, അതായത് MSC എന്ന് എഴുതിയേക്കുന്ന ഒരു പോർഷനും അതിൻ്റെ താഴോട്ടും കടലിന് വാട്ടർ ലെവലിന് താഴോട്ടുള്ള പോർഷനിലും കണ്ടെയ്നേഴ്സിനെ ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യമുള്ളൂ. അങ്ങനെയാണ് അപ്പോൾ ഈ ടോട്ടൽ ഒരു 14,000 കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത് ആ ടോട്ടൽ കൗണ്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ ടഗ്സ് അസിസ്റ്റ് ചെയ്തിട്ട് ബർത്തിങ്ങിനുള്ള ഒരു സീൻസാണ് കാണുന്നത്. ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു, ക്യാമറയിൽ ചാർജ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഫുൾ വീഡിയോസ് എടുത്തില്ല. അതുപോലെ തന്നെ STS ക്രെയിൻസിൻ്റെ എല്ലാത്തിൻ്റെയും ബൂം റേസ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു വിഷ്വൽസും കാണാമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ മദർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഫീഡർ ഷിപ്സ് വന്നിട്ടാണ് ഈ കണ്ടെയ്നേഴ്സിനെ മറ്റ് ചെറിയ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ആദ്യത്തെ വെസൽ നാളെ തന്നെ വരുമെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ. അപ്പം MSC അഡു 5 എന്ന് പറയുന്ന വെസൽ സിംഗപ്പൂരിൽ നിന്നാണ് വരുന്നത്. 294 മീറ്റേഴ്സ് ലെങ്ത് വരുന്ന ഒരു അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഒരു ഫീഡർ ഷിപ്പാണ്. പക്ഷേ ക്യാരിയിങ് കപ്പാസിറ്റി ഓൾമോസ്റ്റ് ഒരു 4,700 TEUs ആണ്. അപ്പം ആ വെസൽ നാളത്തോടെ വന്ന് ഡോക്ക് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ MSC ഡൈല 24 hours ബർത്ത് സ്റ്റേ ഉണ്ടാവുമെന്ന് നമ്മൾ അറിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് ബർത്ത് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്കറിയണം. കാരണം അദാനിയുടെ സേഫ്റ്റി പോളിസി അനുസരിച്ച് 2 ഷിപ്സ് തമ്മിൽ ഒരു 35 മീറ്റേഴ്സ് ക്ലിയറൻസ് വേണമെന്നാണ്. അപ്പോൾ ആ ഒരു ക്ലിയറൻസും കഴിഞ്ഞ് മറ്റതിൻ്റെ 294 മീറ്റേഴ്സും ഇതിൻ്റെ 366 മീറ്റേഴ്സും വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 695 മീറ്റേഴ്സ് ബർത്ത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും സ്ഥലം ബർത്തിൽ ഓൾറെഡി എല്ലാം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒരുമിച്ച് ഡോക്ക് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡെയ്ല ഇവിടുന്ന് ലീവ് ചെയ്തതിന് ശേഷമായിരിക്കും അഡു 5 വന്നിട്ട് ഇവിടെ ഡോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും നമുക്ക് നാളെ അറിയാൻ പറ്റത്തുള്ളൂ. ഇതപ്പം ആക്ച്വലി ഒരു എയർക്രാഫ്റ്റ് മുകളിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഷിപ്പും എയർക്രാഫ്റ്റും ഒരുമിച്ച് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി എടുത്തതാണ്, പക്ഷേ ക്ലാരിറ്റി ഇല്ലായിരുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.